ചേർത്ത് ഒരു 300 ഏക്കർ മാത്രമുള്ള ഇതിന്റെ കമ്പൗണ്ട് വാള് 10 കിലോമീറ്റർ ആണ്. ഇതിന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത് ഗവൺമെന്റ് അലോട്ടഡ് ലാൻഡ് അല്ല, ഞാൻ ഒരേ ഫാർമറിന്റെ മേടിച്ച ലാൻഡാണ്. അവർ ചോദിച്ച പൈസ കൊടുത്ത് മേടിച്ച് ഈ ഒരു എക്സ്റ്റെൻഡ് ചെയ്തതാണ്. എനിക്ക് പറയാൻ പറ്റും, കർണാടകയിൽ ഒരു കമേഴ്ഷ്യൽ കൺവേർഷൻ ചെയ്തിട്ടില്ല, ഇത് കമേഴ്ഷ്യലി കൺവേർട്ടഡ് ലാൻഡാണ്. ദിസ് ഷുഡ് ബി വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇൻ പ്രൈവറ്റ്. അപ്പൊ ഒരു മലയാളിയെ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടല്ലോ. ഓക്കെ, സോ അഗൈൻ കമ്മിങ് ബാക്ക് ടു നമ്മുടെ യശന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്. യശന് ഇവിടെ പ്രോപ്പർട്ടി ഉണ്ട്, യശന്റെ ഒരു വില്ലേജ് പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട്. എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്. KGF നടക്കുമ്പോൾ ഇവിടെ തന്നെ ഞാൻ താമസിക്കും. Rocky Boy is real. I am real. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇവിടുത്തെ ആക്ച്വൽ KGF, ഞാൻ യഷ്നോട് പറഞ്ഞത് ആക്ച്വൽ KGF ആണ് അവിടെ ഇരിക്കുന്ന എന്റെ ഭാര്യ. പുള്ളിക്കാരത്തി ജനിച്ചതും വളർന്നതും KGF-ലാണ്. ഇവിടുത്തെ 10 കിലോമീറ്റർ ആണ് കോലാർ ഗോൾഡ് ഫീൽഡ്സ്. പുള്ളിക്കാരത്തെ ഫാദർ അവിടെ ഗവൺമെന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ യഷ്നോട് പറഞ്ഞു, നീയല്ല റിയൽ ഞാൻ വളരെ സിൻസിയർ ആയിട്ട് പറയാം, ഞാൻ എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഞാൻ ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല. മദ്യം വേറെ, ഞാൻ ഇതിന്റെ കാര്യം പറയുന്നു. അത് കേരളത്തിൽ ആരാണ് ആ മദ്യത്തിന്? കേരളം നിൽക്കുന്നത് തന്നെ മദ്യത്തിൽ കൂടെയാണ്. മദ്യമാണ് വലിയ പ്രശ്നം, അതും പ്രശ്നമാണ്. അത് നമുക്ക് വേറെ സിനിമ ഉണ്ടാക്കാം. ഇന്ന് ഡ്രഗ്സിന് അപ്പോ അതിനുള്ളൊരു ആൻസർ കൂടിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ, അദ്ദേഹം പറഞ്ഞ പോലെ കൊച്ചു ചെറുപ്പത്തിനെ പോലെ തന്നെ കാണാൻ തുടങ്ങിയെന്ന് പറഞ്ഞതിന്റെ ആൻസർ കൂടിയാണ് ഇതാരും ഉപയോഗിക്കാതിരിക്കുക. അതാണ് എന്റെ ഏറ്റവും പറയാനുള്ള കാര്യം. കാരണം കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുകൊണ്ടുള്ള പ്രശ്നങ്ങളെല്ലാം. അപ്പൊ ഇതൊരു നല്ല മെസ്സേജാണ് ഈ മൂവി കൂടെ കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഈ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ച ആളാണ്, ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം, ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് KP സാർ ഇങ്ങനെ ഒരു ട്വിസ്റ്റും ടേണും ഒക്കെ ഉള്ള ഒരു സിനിമ കൊണ്ടുവരുന്നത്. പുള്ളിയുടെ ജോണറേ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ വളരെ ഇഷ്ടപ്പെട്ടു ആശിഷ്. അതെ, ഓക്കെ, അതിനെ ഉണ്ടല്ലേ.